we invite the candidate for internal auditor position, Mr. Joan Joseph. Presenting to you, Mr. Joan Joseph. ബഹുമാനരായ വേദിയിലിരിക്കുന്ന നമ്മുടെ നിയുക്ത പ്രസിഡന്റ് സെക്രട്ടറി സന്തോഷ് നായർ, ഇവിടുന്ന് നമ്മൾ പ്രതീക്ഷിച്ച് തെരഞ്ഞെടുക്കാൻ പോകുന്ന രജീവി കുര്യൻ, അതുപോലെ നമ്മുടെ പഴയ മുൻ പ്രസിഡന്റ് ഇ കെ പ്രസാദ്, പട്ടേൽ സാറ്, നമ്മുടെ ബഹുമാന്യനായ പ്രവർത്തകനായ പൊന്നച്ചൻ, മിസ്റ്റർ പൊന്നച്ചൻ, ഡോക്ടർ വി ജോൺ, സന്തോഷായി, ഒക്കാനാട് മറ്റ് ഭാരവാഹികളുടെ സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹം. നമ്മുടെ രജീവ് കുര്യന്റെയും എന്റെയും ഇലക്ഷന്റെ പ്രചരണാർത്ഥം കൂടിയിരിക്കുന്ന ഒരു യോഗമാണല്ലോ ഇത്. ഇവിടെ എന്താണ് നമുക്ക് മുന്നിലുള്ളത് എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന പലർക്കും വോട്ടില്ലാത്തവരാണ്. എന്നാൽ ഞങ്ങളൊരു ടീമായിട്ട് എനിക്ക് തോന്നുന്നു 42 പേര് ഒന്നിച്ചാണ് ഒരു ടീമായിട്ട് നിൽക്കുന്നത്. എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അതിശയകരമായിട്ടുള്ളൊരു കടന്നുവരവായിരുന്നു. ഇവിടുത്തെ ബഹുമാനീയരായ എന്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഇതുപോലൊരു പോസ്റ്റ് ഉണ്ട്, എനിക്കൊന്നും ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. 24 മണിക്കൂറിനകം അവരെ എന്നെ ഏതെങ്കിലും വിഷയമായിട്ട് തിരഞ്ഞെടുത്തു. 43 വർഷവും 40 വർഷവും ഒക്കെ വർക്ക് ചെയ്ത ആളുകളുടെ കൂടാണ് ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാതെ ഞാൻ ഇതിനകത്ത് ഭാരവാഹിയായിട്ട് ഇതായി. അതിന് ഇവിടെയുള്ള എല്ലാ ഭാരവാഹികളോടും അതുപോലെ തന്നെ കേന്ദ്രത്തിലുള്ള ഭാരവാഹികളോടും നന്ദിയും കടപ്പാടും സ്നേഹവും ഞാൻ ആദ്യമായിട്ട് അറിയിക്കുക. ഇതിന് എനിക്ക് അർഹതയുണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ഈ ഒരു ലോകത്തിലെ അല്ലെങ്കിൽ അമേരിക്കയിലെ ഏറ്റവും വലിയ സംഘടനയായ ഒരു സംഘടനയുടെ ഒരു ഓഡിറ്ററാണ്. ഇവരെ ഈ കണക്കുകളൊന്നും പിന്നീട് ഇവർ ദുഃഖിക്കേണ്ടി വരുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം ഞാൻ ഒപ്പിടാതെ ആ കണക്കുകളൊന്നും പാസ്സാകാൻ പോകും. എനിവേ എനിക്ക് അതിനകത്ത് വളരെയേറെ സന്തോഷമുണ്ട്. ഈ ടീം ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആകർഷിക്കാൻ കാര്യം, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, കോമ ഉണ്ട്, മലയാളി അസോസിയേഷൻ, വേൾഡ് മലയാളി അസോസിയേഷൻ ഉണ്ട്, ഒക്കാന ഉണ്ട്, അങ്ങനെ പല സംഘടനകളുണ്ട്. എന്നാൽ പ്രത്യേകമായിട്ട് ആകർഷിക്കാൻ കാര്യം ഈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഒരു സംവാദം എന്നെ വളരെയധികം ആകർഷിച്ചു. ഈ ഇന്റഗ്രിറ്റിന്റെ ഒരു പേര് കൊടുക്കാൻ കാര്യം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എനിക്ക് മനസ്സിലാക്കുക. അതായത് ആത്മാർത്ഥതയും സത്യസന്ധതയും, സമഗ്രത, കൃത്യനിഷ്ഠത, സത്യസന്ധത, ഇതാണ് അവരുടെ മുഖമുദ്ര. ആ ഇന്റഗ്രിറ്റിയില് ഒരു കടമയും ചേർക്കാതെ അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് കഴിഞ്ഞ കാലത്തിന്റെ പൊക്കാനല്ല, അല്ലെങ്കിൽ മറ്റു സംഘടനകളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് വരുവാനായിട്ടും ഇവരുമായിട്ട് പ്രവർത്തിക്കുവാനുമായിട്ടും സാധിക്കും. ഇവരെ 3 കാര്യങ്ങൾ പറഞ്ഞു. പ്രത്യേകമായിട്ട് പ്രസിഡന്റൊക്കെ വിശദമായിട്ട് സംസാരിച്ചുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കും. അതായത് തലമുറകളെ ബന്ധിപ്പിക്കുക, സമൂഹങ്ങളെ ശക്തിപ്പെടുത്തുക, നമ്മുടെ മലയാളി ശബ്ദം ലോകം മുഴുവൻ അറിയിക്കുക. ഈ 3 കാര്യങ്ങൾ ഊന്നിയാണ് ബാക്കി കാര്യങ്ങളെല്ലാം പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഇന്റഗ്രിറ്റിയുടെ ടീം, അതായത് ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് കൂടുതലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും,
കൂടുതൽ ഈ യുവജനങ്ങളാണ്. ഇവരൊക്കെ കുറച്ച് പ്രായമുള്ളവരെ മുന്നിൽ നിന്നുകൊണ്ട് അവരാണ് നയിക്കുന്നത്, പിന്നിൽ നിന്നും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ടീം UDF എന്ന് പറഞ്ഞ പോലെ VD സർവീസിന്റെ ആ ഒരു കാര്യം പറഞ്ഞതുപോലെ അത് നയിക്കുക. അതിന് വളരെ ശക്തമായ സെക്രട്ടറി കൂടും. അതുപോലെ തന്നെ അവരുടെ ട്രഷറർ സന്തോഷ് സാർ. അങ്ങനെ ഇവരുടെ ഈ ശക്തമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. സാധാരണ നേരത്തെ അല്ലെങ്കിൽ മറ്റ് സംഘടനകളെ കുറ്റം പറയുകയല്ല. എന്റെ റിക്വസ്റ്റ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ 40 വർഷമായിട്ട് സംഘടനകളെല്ലാം ഓരോന്നോരോന്ന് ചെയ്യുന്നു. ആരോ ഒരാള് ഇതിനകത്ത് ഒരാളിട്ടായിരുന്നു. ഇപ്പൊ തന്നെ നമ്മൾ ഈ നാട്ടിൽ പോയി നമ്മള് ഇതിന്റെ അന്വേഷണം നടത്തുമ്പോൾ നമ്മളെ നാട്ടിലെ പൊളിറ്റീഷ്യൻസിനെ ഒക്കെ വിളിച്ച് നമ്മൾ അവരെ ആദരിക്കും. അവർ വന്ന് പങ്കെടുക്കും. നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ട് അവരൊക്കെ സ്വാധീനിക്കാനാണ് സാധിക്കും. എന്നാൽ അമേരിക്കയിൽ വെച്ച് നമ്മളെ കൺവെൻഷൻ നടത്തുമ്പോൾ ഈ പാവം പിടിച്ച രാഷ്ട്രീയക്കാരെ വിളിച്ച് ഇവിടെ വരെ കൊണ്ടുവരണോ എന്ന് എല്ലാ സംഘടനകളും ശക്തമായിട്ട് ആലോചിക്കുന്ന ഒരു കാര്യം. നമുക്കിവിടെ രാഷ്ട്രീയക്കാരുണ്ടല്ലോ ധാരാളം പേര്. നമുക്ക് നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ ന്യൂയോർക്കിലുള്ള ഒരു മേയറെ വിളിച്ചിട്ട് നിങ്ങൾ ആദരിക്കുകയോ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയോ അദ്ദേഹം വന്ന് പ്രസംഗിക്കുകയോ ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെപ്പറ്റി നമ്മൾ അറിയപ്പെടും. നമ്മളിങ്ങനെ സംഘടന ഉണ്ടെന്നുള്ളത് മനസ്സിലാകുന്നുള്ളത് ഇവിടുത്തെ. അതുകൊണ്ട് ആ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരിക്കുന്ന എൻ്റെ ഒരു മറ്റൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് നല്ലൊരു ഫണ്ട് വേണം. ഈ ഇന്റർവ്യൂ നടത്തിയ പത്രക്കാരൻ നമ്മുടെ പ്രസിഡന്റിനോട് ചോദിച്ചു, ഇതുപോലൊരു പ്രസ്ഥാനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിസ്സാര കാര്യമല്ല, എന്തുമാത്രം കാശ് വേണം. അന്നേരം അദ്ദേഹം പറഞ്ഞൊരു മറുപടി, അദ്ദേഹം പറഞ്ഞ പൈസ ഒരു പ്രശ്നമേ അല്ല. ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനായി ഇറങ്ങി തിരിക്കുമ്പോൾ പൈസ ഓട്ടോമാറ്റിക്കായിട്ട് വരും. എന്റെ റിക്വസ്റ്റ് അതല്ല, പൈസ ഉണ്ടാകുന്നില്ല. ഒരു നല്ല ഫണ്ട് നമുക്ക് വേണം. ഒരു നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടായാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പൊക്കാൻ അവിടെ ഇടപെടണം. അവർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യം ചെയ്തു കൊടുക്കണം. ഇത് ഗവൺമെന്റ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കാശായി കൊടുക്കണം. ഒരു കാലത്ത് അവർക്ക് യഥാർത്ഥത്തിൽ കിട്ടത്തില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള റിസ്ക് എടുത്തുകൊണ്ട് നമ്മൾ അവിടെ പോയി ചെയ്യുന്നത് അത് സാക്ഷീകരിക്കാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എന്തിനാ നമ്മൾ കൂടിയിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ജയിച്ചു, പക്ഷേ എൻ്റെ ടീമിലുള്ള വോട്ടുള്ളവർ പലതരം ഓപ്പോസിഷൻ സൈഡില് പലതരം കുബുദ്ധികള് ദിവസവും വിളിക്കാറുണ്ട്. അതിലൊന്നും ഭയപ്പെടാതെ ഉള്ള വോട്ടുകൾ കൊടുത്ത് അത് ഭൂരിപക്ഷത്തോട് ജയിപ്പിക്കുന്നു അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ടീം ഇന്റഗ്രിറ്റി.